എസ് യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് കലയപുരം ആശ്രയ സങ്കേതം വിസിറ്റ് ചെയ്യാൻ വന്നവരാണ്. ഞങ്ങളുടെ 2 ബാച്ചിലെയും മുഴുവൻ NSS വോളണ്ടിയേഴ്സും ഞങ്ങൾ 4 ടീച്ചേഴ്സുമാണ് ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ NSS വോളണ്ടിയേഴ്സിനെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നൊന്ന് അവരുടെ ജീവിത ചുറ്റുപാടുകൾ കാണിക്കുവാനും അവരുടെ രീതികളെല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ഇവിടേക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഞങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിച്ചതിലും ഇതിന് പിന്നോടിയായിട്ട് നിന്ന് ഇതിൻ്റെ മുഴുവൻ ഭാരവാഹികൾക്കും ശ്രീ കലയപുരം ജോസ് സാറിനും ഞങ്ങളുടെ പത്തനാപുരം UITയുടെ പേരിലും അതുപോലെ തന്നെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പേരിലും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വേഷത്തിൻ്റെയും ഭാഷയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ മനുഷ്യർ ചേരിതിരിഞ്ഞ് നിന്ന് കലഹിക്കുന്ന രക്തപ്പുഴ ഒഴുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെല്ലാം പിറന്നു വീഴുമ്പോഴേ നമുക്കെല്ലാം ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് നമ്മുടെ മുഖത്തിലുള്ളത്. പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കിയായിട്ട് വരും, എത്ര തേജസ്സാണ് അല്ലേ? സൂര്യനെ നോക്കുന്ന പോലെ തേജസ്സാണ് പിറന്നു വീഴുമ്പോൾ നമ്മുടെ എല്ലാ മുഖത്ത് ദർശിക്കാൻ കഴിഞ്ഞിട്ടുള്ളതും. ഇനി പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ്. 2 പേര് ഒരേ സമയം ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം വാരി കഴിക്കും. ചോറ് കൊണ്ടുവന്നിട്ടില്ലാത്ത ആൾക്ക് കൊണ്ടുവന്ന ആള് പകുതി ഷെയർ ചെയ്യും. മുട്ട പൊരിച്ചതൊക്കെ അമ്മ പൊതിച്ചോറിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൂടെ പകുതി ഷെയർ ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം ബാല്യത്തിലേ തുടങ്ങിയത്. ബാല്യവും കൗമാരവും ഒക്കെ നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് അനുരൂപമായി ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ജീവിച്ച് മുന്നേറുന്നു. ബാല്യവും കൗമാരവും കഴിഞ്ഞ് യൗവനത്തിലേക്ക് മാറിക്കഴിയുമ്പോഴേക്കാണ് മനുഷ്യരുടെ യഥാർത്ഥ സ്വഭാവം എന്തെന്നറിയുന്നത്. അവർ പിന്നെ ജാതി വേർതിരിക്കുന്നു, മതം വേർതിരിക്കുന്നു, വർഗം തിരിക്കുന്നു, വർണ്ണം തിരിക്കുന്നു. അപ്പോഴങ്ങനെ പരസ്പരം മനസ്സിൽ അകന്നകന്നകന്ന് ആളുകൾ പല ധ്രുവങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളൊരു വലിയ തെങ്ങും തൈ നട്ടു. തെങ്ങും തൈ നട്ടിട്ട് അവസാനം ആ തെങ്ങ് കായ്ക്കാൻ സമയമായപ്പം തെങ്ങ് മണ്ടൽ വീണ് പോയി. വല്ല ഫലമുണ്ടോ? വല്ല കരിക്ക് കിട്ടുമോ? തേങ്ങ കിട്ടുമോ? കിട്ടത്തില്ല. അതുപോലെ പോകരുത്. നിങ്ങൾ നന്നായി വളരണം, നന്നായി പഠിക്കണം. നമ്മുടെ സമൂഹത്തിനും കുടുംബത്തിനും നിങ്ങൾക്കും ആദ്യം നിങ്ങൾക്ക് ഗുണം ചെയ്യണം. പിന്നീട് നമ്മുടെ പേരൻസിന് കുടുംബത്തിന് ഫലം ചെയ്യണം, നമ്മുടെ സമൂഹത്തിന് ഫലം ചെയ്യണം, നമ്മുടെ രാഷ്ട്രത്തിന് ഫലം ചെയ്യണം. ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ജനതയാണ്. വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് ഒരു നാട്ടിലെ സമ്പത്ത്. നിങ്ങളാണ് ഈ ഖജനാവ്. നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല കാര്യങ്ങളാണ് ഉണ്ടായത്. നേരത്തെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. ഫസ്റ്റ് ടൈമാണ്. അതെ. എന്താ തോന്നി ഇവിടെ വന്നപ്പോൾ? സന്തോഷം തോന്നി. ഗാന്ധി ഭവനിൽ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഗാന്ധി ഭവനിൽ പോയിട്ടുണ്ട്. പിന്നെ ഈ സെക്കൻഡ് ടൈം ഇവിടെ വരുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും കയറി കണ്ടോ? കണ്ടു, സംസാരിച്ചു. സെക്കൻഡ് ടൈം വരുന്നത്. ഇങ്ങനെ അല്ല, വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? മനസ്സ് നിറഞ്ഞ് കുഴപ്പമില്ല. എല്ലാവരും കണ്ടോ? കണ്ടു. അരി വേണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഗാന്ധി ഭവനിൽ പോയിട്ടുണ്ട്. അതുപോലെ ഇവിടെ വന്നപ്പം വേറൊരു എക്സ്പീരിയൻസ് ആയി. അമ്മമാരോടൊക്കെ ഇപ്പോൾ ഉള്ള പുതുതലമുറയോട് നമുക്ക് എന്താ സംസാരിക്കണം, എന്താ പറയാനുള്ളത്? ഇങ്ങനെ അമ്മമാരെ വഴിയിൽ ഉപേക്ഷിച്ച് പോയി, അല്ലാതെ അമ്മമാരെയും അച്ഛന്മാരെയും നമ്മളെ വളർത്തി വലുതാക്കുന്നവരെ ഉപേക്ഷിക്കാതെ അവരെ സംരക്ഷിക്കേണ്ട കടമ നമ്മുടെ അല്ലേ, അത് സംരക്ഷിക്കുക എന്നതാണ് പറയുന്നത്. അമ്മ അച്ഛനെ നല്ലതായിട്ട് നോക്കുമോ? നോക്കും.